നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വേർഡ്പ്രസ് ബ്ലോഗിനെ വളരെ ക്വിക്കായിട്ട് വെരിഫൈ ചെയ്യുന്ന ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പം നമ്മൾ gracetravelmarket.wordpress.com എന്ന് പറയുന്ന ഈ സപ്പോർട്ടിംഗ് ബ്ലോഗ്, ഇതൊരു വെബ്സൈറ്റിൻ്റെ സപ്പോർട്ടിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്പ്രസ് ബ്ലോഗാണ്, ഫ്രീ ബ്ലോഗാണ്. ഈ ബ്ലോഗിനെ നമ്മൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഈ ബ്ലോഗിൻ്റെ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്തെടുക്കണം. പുതിയ ടാബ് എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോൾ എടുക്കണം. ഗൂഗിൾ സെർച്ച് കൺസോൾ എടുക്കാൻ google.com/webmasters/tools എന്ന് അടിക്കുകയോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിൽ എത്താൻ പറ്റും. ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ സ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് എടുക്കുക. ഇവിടെ ഞാൻ ആൾറെഡി ഗൂഗിൾ സെർച്ച് കൺസോളിൽ പല വെബ്സൈറ്റുകൾ വെരിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ എനിക്കിവിടെ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എനിക്ക് പുതിയ പ്രോപ്പർട്ടി ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ പ്രോപ്പർട്ടിയുടെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആഡ് പ്രോപ്പർട്ടി എന്നുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ആയിരിക്കും കിട്ടുക. ഇവിടെ നമ്മൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, അതായത് URL prefix എന്നുള്ള അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഡൊമൈൻ നെയിം മാത്രമായിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. ഇത് URL prefix എന്ന് പറയുമ്പോൾ നമ്മൾ HTTPS പ്രോട്ടോകോൾ www അടക്കമൊക്കെ ഉള്ള URL ആണ് നമ്മൾ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ URL prefixിനകത്ത് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുകൾ കാണിക്കും. നമുക്കറിയാം ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനായിട്ട് 5 മെത്തേഡുകളാണ് ഗൂഗിൾ തരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ആൾറെഡി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതോ ക്ലാസ്സായിട്ട് എടുക്കുന്നതോ ഒക്കെ വീഡിയോ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാവുന്നതാണ്. ഇവിടെ ഈ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡ് നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് എ ബ്ലോഗ്, ഇതൊരു വേർഡ്പ്രസ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോഗാണ്. അതിനകത്തേക്ക് നമുക്ക് അതിൻ്റെ റൂട്ട് ഡയറക്ടറിയിലേക്ക് ഈ HTML ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, HTML ടാഗ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കുന്ന മെറ്റാ ടാഗിനെ നമ്മൾ കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ബ്ലോഗിനകത്ത് എത്തിയിട്ട് ബ്ലോഗിൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ /wp-admin വേർഡ്പ്രസ്സിൻ്റെ ലോഗിൻ ഏരിയ അഥവാ ഡാഷ്ബോർഡിലേക്ക് പോകാനുള്ള അഡ്രസ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേർഡ്പ്രസ് ബ്ലോഗിൻ്റെ കൂടെ wp-admin എന്നും കൂടെ ചേർക്കുക. ആ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ നമ്മളതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് എത്തും. ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ടൂൾസ് ഉള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂൾസ് ഓപ്ഷനകത്ത് ആദ്യം മാർക്കറ്റിംഗ് ടൂൾസ്, അതുപോലെ തന്നെ ട്രാഫിക്, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കാണിക്കും. ഇതിൽ നമ്മൾ ട്രാഫിക് എന്നുള്ള ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാഫിക്കിൻ്റെ ടാബിനകത്ത് തന്നെ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിൽ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഓപ്ഷൻ, അതുപോലെ തന്നെ സൈറ്റ് വെരിഫിക്കേഷൻ സർവീസ് എന്ന് കാണിക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ഗൂഗിളിൻ്റെ മെറ്റാ ടാഗ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ മെറ്റാ ടാഗ് നമ്മൾ കോപ്പി ചെയ്തെടുത്ത മെറ്റാ ടാഗ് ഇവിടെ പേസ്റ്റ് ചെയ്യും. മെറ്റാ ടാഗ് നിങ്ങൾ കണ്ടിരിക്കും. ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത് നമ്മൾ വെബ്സൈറ്റിനെ സബ്മിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള HTML ടാഗ് മെത്തേഡ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് സെറ്റിംഗ്സ് കൊടുക്കാം. അപ്പോൾ ഇത് സേവ് ആയെന്ന് സെറ്റിംഗ്സ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ സെർച്ച് കൺസോളിലേക്ക് തിരിച്ചു വന്നിട്ട് ആ ഉപയോഗിച്ച മെറ്റാ ടാഗ് മെത്തേഡിൻ്റെ താഴെയുള്ള വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറെ മെത്തേഡ് ഉപയോഗിച്ച് വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യുന്നത് വേറെ വീഡിയോ ആയിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നതിൻ്റെ വീഡിയോ ആൾറെഡി ചാനലിനകത്തുണ്ട്. ഇവിടെ നമ്മൾ ഏത് മെത്തേഡാണോ അഡോപ്റ്റ് ചെയ്തത് ആ മെത്തേഡിൻ്റെ താഴെ വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യാനായിട്ട് അത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് മെറ്റാ ടാഗ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് വെരിഫൈഡ് എന്ന് പറഞ്ഞ് ഈ ഒരു പ്രോംപ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഗോ ടു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെരിഫൈ ചെയ്ത ആ വേർഡ്പ്രസ് ബ്ലോഗിൻ്റെ സപ്പോർട്ടിംഗ് ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിനകത്തേക്ക് എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ വേർഡ്പ്രസ് ബ്ലോഗിനെ നമുക്ക് ക്യാച്ച് ചെയ്യാനൊക്കെ സബ്മിറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഇതാണ് നമ്മളെ വേർഡ്പ്രസ് ബ്ലോഗിൻ്റെ അഡ്രസ്സ്. അപ്പോൾ അത് നമ്മൾ പുതിയ ടാബിനകത്ത് ഓപ്പൺ ആക്കി നോക്കി ആ URL കോപ്പി ചെയ്ത്, അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കോപ്പി ചെയ്തതിൻ്റെ കാര്യം അതിൻ്റെ പ്രിഫിക്സ് അടക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമുക്ക് URL ഇൻസ്പെക്ഷൻ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് URL ഈസ് അവൈലബിൾ ആണ് ഇപ്പോൾ കാണിക്കുന്നത്, ആൾറെഡി ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്തില്ലെങ്കിൽ ഗൂഗിൾ ക്യാച്ച് ചെയ്യാറുണ്ട്, ക്രോൾ ചെയ്യാറുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് ക്യാച്ച് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ടെസ്റ്റ് ലൈവ് കൊടുക്കാം. ടെസ്റ്റ് ലൈവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേജിനെ ഗൂഗിൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു 10-20-25 സെക്കൻഡുകൾക്കുള്ളിൽ ആ ടെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ആ പേജിനകത്ത് എന്തെങ്കിലും ഡിഫക്ട്സോ പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിലോ ആ പേജിനകത്ത് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിലോ ബ്രോക്കൺ ലിങ്ക്സ് ഉണ്ടെങ്കിലോ ഒക്കെ, അല്ലെങ്കിൽ അത് ക്രോളബിൾ അല്ലെങ്കിലോ ഒക്കെ ഇതിനകത്ത് കാണിക്കാം. അപ്പോൾ ഇത് ക്രോളബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൾറെഡി ഇത് URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിച്ച സ്ഥിതിക്ക് വേറെ ക്രോളബിൾ ഇഷ്യൂസ് ഒന്നും കാണിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് ടെസ്റ്റ് ലൈവ് കൊടുത്ത് URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് വീണ്ടും ഒരിക്കൽ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കാം. റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കുമ്പോൾ നമ്മളെ പേജിനെ ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യാനായിട്ട്, ലിസ്റ്റ് ചെയ്ത് ഇൻഡെക്സ് ചെയ്യാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അത്. ഈ ഒരു ടെസ്റ്റ് ലൈവ് പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ലൈവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ കാണിക്കുന്നിടത്ത് ഗൂഗിൾ ക്രോൾ ചെയ്ത പേജിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ചെക്ക് ചെയ്തിട്ട് ആ പേജ് എങ്ങനെ ഗൂഗിൾ കണ്ടു മനസ്സിലാക്കി, അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റൊക്കെ ഗൂഗിൾ കണ്ടിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ, അതിൻ്റെ പ്രിവ്യൂ, അതുപോലെ തന്നെ അത് ടെക്സ്റ്റ് ബ്രൗസറിൽ എങ്ങനെയാണ് ഗൂഗിൾ കാണുന്നത്, അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പോരായ്മകളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു റിപ്പോർട്ടും ഇവിടെ നമുക്ക് വ്യൂ ക്രോൾഡ് പേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ലൈവ് പ്രോസസ്സ് കുറച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഗൂഗിളിനകത്ത് URLസിൻ്റെ ക്രോൾ ചെയ്യുന്ന പ്രോസസ്സിൽ അല്പം ഡിലേ വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു 20-30 സെക്കൻഡ് കൊണ്ട് നടക്കുന്ന ക്രോളിംഗ് പ്രോസസ്സ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 50 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നിട്ടും ക്രോളിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഡിലേ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും പുതിയ സെർച്ച് കൺസോളിനകത്തുള്ള പുതിയ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ അവർ സെർച്ച് അതിൻ്റെ വെബ് ക്രോളേഴ്സിനെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടോ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാം AI പോലെയുള്ള ടൂളുകൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് തന്നെ AI ഉൾപ്പെടുത്തുന്നതിൻ്റെ പല വർക്കുകളും റിസർച്ചുകളും നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഡെവലപ്മെൻറ്റിലോ ഡിലേ ആയിരിക്കണം ഈ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടും ഈ സെർച്ച് കൺസോളിനകത്ത് ഇത് ടെസ്റ്റ് ലൈവ് URL കംപ്ലീറ്റ് ആവാതെ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതെന്തായാലും കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വെബ്സൈറ്റിനെ സെർച്ച് കൺസോളിൽ, അഥവാ പ്രത്യേകിച്ച് ഒരു വേർഡ്പ്രസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോഗിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്നത്. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ടെസ്റ്റ് ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ സൈറ്റ് മാപ്പ് പോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് ബ്ലോഗിൻ്റെ സൈറ്റ് മാപ്പ് നമ്മൾ ഓപ്പൺ ആക്കി ഈ സൈറ്റ് മാപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൈറ്റ് മാപ്പിൻ്റെ ഫയൽ സബ്മിറ്റ് ചെയ്യാം. നമ്മളെ ബ്ലോഗിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇത് ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അത് 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ സബ്മിറ്റിംഗ് റിക്വസ്റ്റ് എഴുതി കാണിച്ച് ഇൻഡെക്സിങ് റിക്വസ്റ്റ് എഴുതി കാണിക്കും. പിന്നെ നമുക്കിവിടെ വ്യൂ ചെക്ക് പേജ് ഞാൻ പറഞ്ഞത് അനുസരിച്ച് നമ്മളെ പേജിൻ്റെ സോഴ്സ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളെ പേജ് എങ്ങനെയാണ് കണ്ടയ്ക്കുന്നത്, ഏത് കണ്ടന്റ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ മോർ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പേജ് റിസോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റിൻ്റെ എന്തെങ്കിലും മെസ്സേജോ, നമ്മുടെ സ്റ്റാറ്റസ് കോഡൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ആൾറെഡി കുറേ ബ്ലോഗ് പോസ്റ്റുകളൊക്കെ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ അടിക്ക് ഇതിലെ പോസ്റ്റുകളെല്ലാം ഗൂഗിൾ ക്രോൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യാം. /sitemapp SITEMAP.xml എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് മാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ സൈറ്റ് മാപ്പിൻ്റെ ഫയൽ നെയിം മാത്രം നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മൾ സെർച്ച് കൺസോളിൽ വന്ന് സൈറ്റ് മാപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സൈറ്റ് മാപ്പ് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സൈറ്റ് മാപ്പ് ഗൂഗിൾ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ഇവിടെ കുഡിൻ്റെ ഫെച്ച് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് മാപ്പിൻ്റെ ഫയൽ നെയിമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കുഡിൻ്റെ ഫെച്ച് എന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ സൈറ്റ് മാപ്പ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിന് നമുക്ക് തൽക്കാലം ഒരിക്കൽ കൂടെ റിമൂവ് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ സബ്മിറ്റ് ചെയ്യാം. നമ്മുടെ സൈറ്റ് മാപ്പിൻ്റെ URL സബ്മിറ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ അത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഇപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് കാണിക്കാറുണ്ട്. അപ്പം നമ്മുടെ സൈറ്റ് മാപ്പ് സക്സസ് ആയിട്ട് സബ്മിറ്റ് ആയതായിട്ട് കാണിക്കുന്നുണ്ട്. ഡിസ്കവേർഡ് പേജസ് 10 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 10 പേജസ് ഈ ബ്ലോഗിൻ്റെ ഭാഗമായിട്ട് സൈറ്റ് മാപ്പ് വഴി ഗൂഗിളിന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് സെർച്ച് കൺസോളിൽ ഒരു വേർഡ്പ്രസ് ബ്ലോഗിനെ വളരെ ക്വിക്കായിട്ട് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.